ഫാസിലേ, ഈ ലൈനിൽ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ആ സർവീസ് വയർ ഒന്ന് കട്ട് ചെയ്തിട്ടേ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്, ചിലപ്പോൾ അതിൽ ഫംഗസ് കാണും. അതാ ഞാൻ ചെയ്യണത്. ചെയ്തിട്ടുണ്ടത്. അതിലേ ചെറിയൊരു ഫംഗസ് ഉണ്ടായി, അത് ഉരച്ച് കളഞ്ഞിട്ട് ഞാൻ ചുറ്റിയിട്ടുണ്ട്. അതിനൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഇതൊന്നും നോക്കാം. ഏത്? മീറ്റർ വെറുതെ ഇടാപിടിയെന്നൊന്നും പോയി ചെയ്യണ്ട, വളരെ പതുക്കെ മതി. ഇത് പതുക്കെ മതി, നമുക്കൊരു നാളുണ്ടല്ലോ. അല്ലേ നമ്മള് പണിയെടുക്കലാന്ന് കരുതും, ഒന്നും അറിയില്ല. എന്നാ വാ. എന്താ മീറ്ററിന് പ്രശ്നമൊന്നുമില്ല കേട്ടാ, ഇതാ സർവീസ് വയറിന്റെ പ്രശ്നം. ശരിയാണ്. ഇതൊരു കാര്യം ചെയ്യ്, കറണ്ട് ഒന്ന് ചോദിച്ചോ. ചേട്ടോയ്, ഓയ് ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കിയേ, കറണ്ട് വന്നാന്ന് നോക്കിയേ. വന്നാ പോരി ഞാൻ എന്നിട്ട് പണിയണ്ട. വന്നേ വല്ലതും കിട്ടുമെന്തോ നോക്കാം. നോക്കാം. ഇൻഡക്ഷൻ കുക്കറിൽ മീൻ വേവിച്ചോണ്ടിരുന്നപ്പോഴാ കറണ്ട് പോയി. ഓ അത് ശരി. ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും മീൻ വെക്കും കേട്ടാ. മീനൊക്കെ നല്ല വിറക് കത്തിച്ച് നല്ല മൺചട്ടിയിലൊക്കെ വെക്കണം, അപ്പല്ലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടുകാരി ഇല്ലാത്തോണ്ടാണ്. ശരി. എന്ത് മീനാ? കരിമീൻ. ഓ കരിമീനാണോ? എന്താ കൂട്ടത്തില്ല? കൂട്ടുക ചെയ്യും. പിന്നെ വായി പിടിച്ച് കടിക്കാത്ത എല്ലാവരും കഴിച്ചോളൂ. ആണോ? ഇന്നൊന്നും വേണ്ട. എന്ത് പേരെന്താ സാറിന്റെ? എൻ്റെ പേര് കനകൻ. വീട് എവിടാ? വീട് നമ്മുടെ കരോട്ടുമുക്കില്ലേ, അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, അതിൽ കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ വീട്. നമ്മുടെ സുലൈമാന്റെ വീടിന്റെ? അത് തന്നെ. സുലൈമാന്റെ വീട് അറിയോ? പുള്ളി എന്റെ മാമയാണ്. അതിന്റെ 2-3 വീട് അപ്പുറത്തെ എന്റെ വീട്. ഫാസിൽ എന്ന് പറയും. ഫാസിൽ അച്ഛനെ ചിലപ്പോ പറഞ്ഞാൽ അറിയുമായിരിക്കും. ഹവിൽദാർ വീരഭദ്രൻ പട്ടാളത്തിലായിരുന്നു. പിന്നെ എനിക്കറിയാം. പുള്ളി മരിച്ചുപോയി, ഇപ്പൊ ഇല്ല പുള്ളി. എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എന്തായാലും കറണ്ട് കിട്ടിയല്ലോ, സന്തോഷമല്ലേ. ഞങ്ങള് രാവിലെ വന്നാണ് ഡ്യൂട്ടിക്ക് ഫസ്റ്റ് ഇവിടെ വന്നത്. പോസ്റ്റിലൊക്കെ കയറി. സർവീസ് വയറിന് ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും കറണ്ട് കിട്ടിയല്ലോ. ഞാനാ കയറിയത്. ഭയങ്കര വെയിലാണ്, ആരെങ്കിലും കയറാതെ പറ്റത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കറണ്ട് കിട്ടിയ. കറണ്ട് വന്നല്ല, അപ്പൊ ഞങ്ങള് പോകും. ആയിക്കോട്ടെ, സന്തോഷമായി. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ജോലി കാണും. 2 സ്ഥലത്ത്. ആയിക്കോട്ടെ എന്നാ ഇറങ്ങുമല്ലേ? അല്ല, ഞങ്ങള് രാവിലെ ആദ്യം ഇവിടെ വന്നത്. സാറിന്റെ വന്നത്. നന്നായി. എന്നാ പിന്നെ ഞാൻ അങ്ങ് അകത്തോട്ടെ. ഞങ്ങള് പോവാ. ആയിക്കോട്ടെ, ജോലി നടക്കട്ടെ. ശരി, ആയിക്കോട്ടെ. എന്താ നീ പറഞ്ഞത്? വല്ലോം തടയുന്ന? മുമ്പ് ഇവിടെ വന്നപ്പോ ഇയാളെ വാരിയായിരുന്നു, അപ്പൊ അവര് പൈസ ഒക്കെ തന്നു. ഇയാളുടെ കണ്ണും മോറും കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇയാൾ ആളൊരു കച്ചറയാണ്. ഈ വക പിശാചുക്കളാണ് നാട്ടിൽ, പിന്നെ എങ്ങനെ നന്നാവും? ഇയാളെ കരിമീൻ തീറ്റ നമുക്ക് നിർത്തണം. എന്ത്? ആ സർവീസ് വേറെ വലിച്ചു പറിച്ചിട്ടിട്ട് പോകാന്ന്. എടാ, അത് രജിസ്റ്ററിൽ എഴുതി വെച്ചതല്ലേ, പോട്ടാവാകോട്ട്. തീറ്റക്ക് ഇയാളെ കണ്ട് ക്രിക്കറ്റ് കളി കാണാനാണ്, മീനും തിന്നിട്ട്. പിന്നെ വെള്ള ഷർട്ട് എടുത്തിട്ടേക്കണോ? ഇത് കഴുകി വെളുപ്പിക്കാൻ ഞാൻ വെട്ടപ്പാട് 1 കിലോ. നീ കളിക്കരുത്, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോവാ. നിങ്ങളുടെ പാർട്ടിയിൽ ഇതിരാതെ നിങ്ങളെ കയറ്റൂലേ? ഞാൻ പാർട്ടി മീറ്റിംഗിന് മുമ്പ് നൈറ്റ് എടുത്തിട്ടുണ്ട് പോകാൻ പറ്റുമോ? എന്നാ കൂടെ പാർട്ടി ഓഫീസിൽ പോയിട്ട് അങ്ങ് മല മറിക്കല്ലേ അവിടെ? വല്ല കാര്യം നടക്കണ്ടേ? എന്ത് കാര്യത്തിന് കൊടുത്തെങ്കിൽ പോണേ? ഞാനേ പാർട്ടിയുടെ ഒരു LC മെമ്പർ ആണ്. LC മെമ്പർ അല്ല, നിങ്ങൾ കുൽസി മെമ്പറാ. നിങ്ങള് ഒരു കാര്യം നടത്തൂല, ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നോളൂ. വീട്ടിലിരിക്കരുത് കേട്ടാ. പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ പോണ വഴിക്ക് ഒരു വണ്ടി നോക്കാണ്ട്. അമ്പോ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ കാർ ഷെഡൊക്കെ പണിയേണ്ടി വരുവോ? എന്താ പറഞ്ഞേ? അല്ല, നമുക്ക് കാർ ഷെഡൊക്കെ പണിയേണ്ടി വരുമോന്ന് ചോദിച്ചത്. എന്റെ തന്ത സമ്പാദിച്ചോട് വന്നിട്ടുണ്ടാടി എന്റെ ഇവിടെ വണ്ടി കാണിച്ചിടാൻ. നോക്കിയാലും മനസ്സിലാവില്ലാത്ത പൊട്ടൻ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, പോയിട്ട് വരാം. പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. ഒന്നുമില്ല ക്ലിറ്റോ. ഞാൻ പോണ വഴിക്ക് ഹംസയ്ക്ക് ഒരു വണ്ടി നോക്കണം, ഫ്രൂട്ട്സ് കട. അത് കിട്ടിയാൽ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമല്ലോ, അരി വാങ്ങിക്കണമല്ലോ. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ക്ലീറ്റോ, സഹിക്കാൻ പറ്റണില്ല എനിക്ക്. ഇത്തിരി തക്കാളി മേടിച്ചിട്ട് വരാൻ പറ്റുമോ കറി വെക്കാൻ? വേറെ എന്തെങ്കിലും വേണോ? അന്നൊരു 5 രൂപന്റെ മാലയും കൂടി മേടിച്ചോ. ചൊറഞ്ഞ വർത്താനം പറയല്ലേ. വേറെ എന്തെങ്കിലും വേണോ നീ അത് പറയും. സാമ്പാർ കഷ്ണം മേടിച്ചോ, എന്താന്ന് വെച്ചാൽ മേടിച്ചോ. നിങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നെ അങ്ങോട്ട്. ഒരു വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചോദിക്കാന്നുള്ള എന്റെ ഒരു കടമയാണല്ലോ. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഞാനിത് ചെലവാക്കത്തില്ല.
അത് ഒരു പാർട്ടിക്കാരൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരണ അവരെ പോക്കറ്റിൽ വേണം. അതല്ലേ ഊണ് കഴിക്കാൻ വരുമോ? മീറ്റിംഗ് കഴിയുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ അവർ നിർബന്ധിക്കും. ഞാൻ അവിടുന്ന് കഴിക്കും. നീ എന്നെ നോക്കിയിരിക്കണ്ട, നീ കഴിച്ചോട്ടാ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ നോക്കിയിരിക്കും. ഓടി അവിടെ വേഗം വാട്ടാ. ആ പാവമാണോന്ന് വെച്ചാ പാവം, പൊട്ടനാണോന്ന് വെച്ചാ പൊട്ടൻ. Alien versus Alien.